CPIMുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ മുതിർന്ന നേതാവ് ജി സുധാകരൻ ആ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അംഗത്വം പുതുക്കുന്നില്ല എന്നും പാർട്ടിയിൽ അവഗണന സഹിച്ച് തുടരാനില്ലെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ വിമർശനം ഉന്നയിച്ചാണ് അംഗത്വം പുതുക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. എന്നാൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ജി സുധാകരൻ തയ്യാറായില്ല. പിന്നീട് സംസാരിക്കാമെന്നാണ് കുടുംബം അറിയിച്ചത്. അശ്വിൻ പാലാഴിയുണ്ട്. ഒരിക്കൽ കൂടി വിവരങ്ങളുമായി അശ്വിൻ, ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. തൽക്കാലം അതില്ല എന്നാണോ അറിയുന്നത്? നിലവിൽ പ്രതികരണമില്ല എന്നുള്ളതല്ല, അല്പസമയത്തിന് അദ്ദേഹം പ്രതികരിച്ചേക്കും. നിലവിൽ ഇപ്പോൾ എന്തായാലും ഉടനൊരു പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബം അറിയിച്ചത്. എന്തായാലും വരും മണിക്കൂറിൽ അദ്ദേഹം പ്രതികരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അറിയിക്കാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാന ഒരു തീരുമാനത്തിലേക്ക് ജി സുധാകരൻ കടക്കുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. നിലവിൽ ഏറെക്കാലമായി പാർട്ടി ജില്ലാ നേതൃത്വവുമായി അകന്നു കഴിയുന്ന ജി സുധാകരൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം അതിരൂക്ഷ വിമർശനം പല കുറിയായി പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ച വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ്, വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിമർശനവും ഒപ്പം ഇനി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇനിയും പാർട്ടി അംഗത്വം പുതുക്കാനും സ്കൂട്ടനിക്കുമുള്ള ദിവസങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ്. 10-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിന് സാധ്യതയുണ്ടോ എന്നുകൂടി ജില്ലാ നേതൃത്വം അടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി, അത് കടുത്ത അതൃപ്തി, നിലവിൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആലോചിച്ചുള്ള പ്രതികരണം മാത്രമായിരിക്കും ഉണ്ടാവുക. 63 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഇനി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം, എന്നുള്ള ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്ലാൻ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടത് അദ്ദേഹമാണ്. കാരണം നേരത്തെ ഇദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അടക്കമുള്ള വാർത്തകൾ, പല പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പ്രചരണം അടക്കം നേരത്തെ നടന്നതാണ്. അതിനോടൊന്നും അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും നേരത്തെ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി എന്താണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്, ഒപ്പം അത് ആകാംക്ഷ നൽകുന്നതുമാണ്. നിലവിൽ എന്തായാലും പാർട്ടി ചിഹ്നത്തിൽ എതിരെയല്ലാതെ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾക്കെതിരെയല്ലാതെ എവിടെ വേണമെങ്കിലും മത്സരിച്ചേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പോലും അദ്ദേഹം പോയേക്കാം എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയ അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ സജീവമായി നടക്കുന്നതിനിടെ കൂടിയാണ് പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളിലേക്ക് അടക്കം ഈ വിഷയങ്ങൾ സ്വാഭാവികമായും എത്തിയിട്ടുണ്ടാകും. ജി സുധാകരനെ പോലെയുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകന്ന് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. നിലവിൽ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. മാധ്യമങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് അല്പസമയം മുമ്പ് എത്തി ഈ മാധ്യമങ്ങളോട് അറിയിച്ചത്. ഇനി ആ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇപ്പോൾ വാർത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വാർത്താമാധ്യമങ്ങൾ നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ട് വീടിനകത്ത് ഇരിക്കുകയാണ്. അതിനൊക്കെ ശേഷമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക. എന്തായാലും പ്രതികരണം ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്നി ജൂബിലി ടീച്ചർ വീണ്ടും മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി എന്ത് എന്നുള്ളത്, ജി സുധാകരൻ ഇനി എങ്ങോട്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്ത് എന്നുള്ളത് പാർട്ടിയെ കൂടി വലിയ ആവലാതിയിലാക്കുന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജി സുധാകരനെ പോലെ 6 പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള, അത്രത്തോളം വലിയ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പാർട്ടി നേതാവിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ പ്രതിരോധിക്കും, അതിനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നടക്കമുള്ള ചർച്ചകൾ സ്വാഭാവികമായും CPIMൽ ഉണ്ടാകും. അദ്ദേഹത്തിന് പരിഗണന നൽകുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞെങ്കിൽ പോലും ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ പാർട്ടിക്കും നിലവിൽ ഉത്തരവുണ്ടാവില്ല. എന്തായാലും ആ പ്രതികരണം ഉടനില്ല എന്ന് അവർ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അനുജ, അതാണ് ഈ സുധാകരന്റെ ഭാര്യ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ പ്രതികരണം ഉണ്ടാകില്ല ഒരിക്കലും എന്നുള്ളതല്ല അതിനർത്ഥം. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമാണ്. മാധ്യമപ്രവർത്തകരോട് കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അതിന് തയ്യാറല്ല എന്നതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.